ബാലകൃഷ്ണൻ ആരെയും നോക്കുന്നു? താൻ ഇതിനകത്തും കയറിയോ? എന്താ സാറേ? ഒന്നുമില്ല. ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനറിയാതെ മുങ്ങിക്കളഞ്ഞില്ലേ? പിന്നെ മുങ്ങാതെ ഞാൻ പോകുന്നിടത്തൊക്കെ തന്നെ എഴുന്നള്ളിച്ചോണ്ട് നടക്കണോ? സാർ ആരോടെ സംസാരിക്കുന്നത്? തന്നോടല്ലടോ, ഇയാളോടാ സംസാരിച്ചത്. ബാലകൃഷ്ണൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ തന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സഹോദര, എന്നെ വെറുതെ വിട്ടാരാ. തനിക്ക് എന്താ വേണ്ടത്? കാശാണോ? കാശാണേ പറ. ബാലകൃഷ്ണ, ഇനി എനിക്ക് എന്തിനാടോ കാശ്? പിന്നെ എന്താ തനിക്ക് വേണ്ടത്? നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തണ്ടേ? കോംപ്രമൈസ് ഉള്ളൊരു പുല്ലുമില്ല. താൻ ഇറങ്ങി പോടോ. ഇത് ഞാൻ പിടിച്ച ഓട്ടോ. തനിക്ക് വേണമെങ്കിൽ വേറെ ഓട്ടോ പിടി. തന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങണോ? സാർ ഒന്നിറങ്ങിക്കേ. എന്താ? എന്റെ പൊന്ന് സാറേ, ഞാൻ കാല് പിടിക്കാം. ദൈവത്തോടത്തൊന്ന് ഇറങ്ങി തന്നാട്ടെ. ഒന്ന് ഇറങ്ങട്ടോ. ഏയ് ഇറങ്ങിക്കോ. വേണ്ട, തന്റെ സഹായം ഒന്നും വേണ്ട. എന്താ കാര്യം? ഇത് വട്ടന്മാരക്കാരൻ ഓട്ടോ അല്ല. വല്ല ആംബുലൻസ് പിടിച്ച് പോകാൻ നോക്ക്. താനെന്താ ആളെ കളിയാക്കുവാണ്? തലയ്ക്ക് സുഖം വല്ല പ്രാദേശിക കിടക്കണോ? തലയ്ക്ക് സുഖമില്ലാതെ തനിക്കാണോ? വണ്ടി നിർത്തണോ? അവൻ പോയ. ബാലകൃഷ്ണ, ഞാൻ കൂടെ നടക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഒരു പ്രേതം കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ആർക്കാരും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? പിന്നെ ആയുഷ്കാലം മുഴുക്കത്താൻ എന്റെ കൂടെ നടക്കാൻ പോവാ. എത്ര കാലം കൂടെ നടക്കണം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ ഒപ്പം നടന്നേ പറ്റൂ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അടിച്ചാൽ നിന്റെ ചെവുക്കല്ല് പൊട്ടിക്കും. ചിരിക്കുന്നോ? എന്റെ സ്വഭാവം നിനക്കറിയില്ല. ദേഷ്യം വന്ന മഹാപിഴയാണ് ഞാൻ. തെണ്ടിയാണ്, ചെറ്റയാണ്. മര്യാദക്കെങ്കിൽ മര്യാദ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? ഒറ്റ ചവിട്ടിയാൻ വെച്ചെന്നുണ്ടല്ലോ. എന്നാ ചവിട്ട്. കുറെ നേരമായല്ലോ താനോട് കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? സോറി. സോറിയോ? തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിൽ പോയി കിടക്കണു. ഈ ബഹളമൊക്കെ കൂട്ടുന്ന വല്ല കാര്യമുണ്ടോ? വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ. നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? നമ്മൾ തമ്മിലല്ലേ പ്രശ്നം. ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലേ? എന്ത് ബന്ധം? ആഹാ, അപ്പൊ അതും മറന്നോ? തന്റെ ഉള്ളിലിരിക്കുന്നേ എന്റെ ഹൃദയമാ. ഓഹോ, ഒരു ഹൃദയം തന്നെന്നുള്ള അധികാരമായിരിക്കും. ആർക്ക് വേണോ തന്റെ പൊട്ട ഹൃദയം? കൊണ്ടുപോയി പുഴുകി തിന്ന്. സോറി സിസ്റ്റേഴ്സ്. നിക്കടവിടെ. പാത്തും പതിയും വന്നാ നീ എന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നിന്നോട് കുഴി പോയി കിടക്കാൻ പറഞ്ഞതല്ലേ? സ്വന്തമായിട്ട് കുഴിയില്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കുഴി പോയി കിടക്കടാ. നിങ്ങൾക്കുണ്ടല്ലോ ഒരു കുഴി. പിന്നെ എന്തിനാ നിങ്ങൾ കറങ്ങി നടക്കുന്നത്? ഞാൻ കറങ്ങും ഉറങ്ങും ഒക്കെ ചെയ്യും. അതൊക്കെ എന്റെ ഇഷ്ടാ. ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ കാര്യം? കാര്യമുണ്ട്. നിങ്ങളെ പോലെ ഈ വീട്ടിൽ വരാൻ എനിക്ക് ഇത്തിരി അവകാശമുണ്ട്. അവകാശോ? എടാ, നായർ തറവാട്ടിൽ ഒരു നസാണി പ്രയത്നം എന്താ അവകാശം? നസ്രാന്റെ ഹൃദയത്തിൽ നായർക്ക് വെച്ച എന്തേ അവകാശം ഉണ്ടാവില്ലേ? എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അച്ഛനും മോനും കൂടി കൈകോർത്ത് പിടിച്ച് മിറ്റത്തിങ്ങനെ ഒലാത്തുന്നത്. സത്യാണോ നീ പറയണേ? പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോ കാണിച്ചത് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇങ്ങോട്ട് പറയായിരുന്നില്ലേ? ചേട്ടൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കേറി പറയണ്ട കൊച്ചു കള്ള. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച് നിന്നോട് നന്ദി പറയണ്ട ഞാൻ. പോട്ടെ, നിനക്ക് വിഷമായ? സാരമില്ല, ഞാൻ എന്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ. പണ്ട് ഏതോ കാർന്നൂർ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ പല മോക്ഷം കിട്ടാതെയുള്ള എന്റെ ഈ അലച്ചില്. ഞാൻ മരിക്കണവരെ എന്റെ അച്ഛനായിരുന്നു ഈ മുറ്റത്ത്. ശാപം എനിക്ക് വെച്ച് മാറി അച്ഛൻ മോക്ഷം കിട്ടിപ്പോയി. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കും മോക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഭാഗ്യം വേണ്ട. എന്റെ ദാക്ഷായണിയും മക്കളെയൊക്കെ കണ്ട് എനിക്കിവിടെ ഇങ്ങനെ കറങ്ങി നടക്കാലോ. നീയാണ് അതിന് കാരണക്കാരൻ. എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, ഞാൻ ഈ മുറ്റത്ത് അവശേഷിക്കുന്നത് നീ കാരണ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ വെറുതെ ബാലകൃഷ്ണൻ ഒന്ന് കാണാമെന്നതാ. അത്രയല്ലേ ഉള്ളൂ. മോൻ പോയി കാണ്. പോയിക്കോ. പിന്നെ അവൻ ഉറങ്ങുക, ഉണർത്തണ്ടട്ടാ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ഇതെന്തൊരു ഉറക്കാത്? നേരെ എത്രയെന്നറിയോ? ബാലകൃഷ്ണ, എണീക്കുന്നു.
എടോ താൻ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നോടാരാ മുറിക്കകത്ത് വരാൻ പറഞ്ഞത്? എനിക്കെന്താ ഈ മുറിക്കകത്ത് വന്നൂടെ? പാടില്ല, പ്രേതങ്ങളൊക്കെ പുറത്ത് നിന്നാ മതി. ഇത് മനുഷ്യരെ ഉറങ്ങുന്ന സ്ഥലമാ. ഉറങ്ങിക്കോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല. സൂര്യന്റെ സൗകര്യം നോക്കിയാണോ ഞാൻ ഉറങ്ങി ഉണരുകയും ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോ എനിക്ക്. താനാരാ ചോദിക്കാൻ? ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെവിടുത്തെ ന്യായം? നല്ല ഒന്നാന്തര ഒരു ഹൃദയ ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കമോൺ കെട്ടടേ ബാലകൃഷ്ണൻ. പറഞ്ഞു കൈ നിറോ, കൈ നിറോ, പോടോ, കൈ ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല. ആദ്യത്തെ കുറച്ച് ദിവസമേ വിഷമമൊക്കെ കാണുള്ളൂ, പിന്നീട് ഇതൊക്കെ ഒരു ശീലമായിക്കോളും. നടക്ക് നടക്ക് നടക്ക്. ആദ്യ എക്സസൈസ് നടക്ക്. തള്ളാടോ. ചായ കുടിക്കട്ടോ? ചായ കുടിക്കട്ടോ? വേണ്ട, ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ചെറുക്കനത് എന്ത് പറ്റി? 1 2 3. അയ്യോ കൈ തട്ടി, കൈ തട്ടി. പോടോ അവിടുന്ന്. ഇനിയും 5 6. മതിയാ? പോരാ. 7. മതിയാ? മതി. നമുക്ക് ആ കൃഷ്ണക്കണിയനെ വിളിച്ചൊന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കിയാലോ? ഈ കവടിയും പളുങ്കും നിരത്തിയെന്ന് പറഞ്ഞ് കൂടിയ ബാധ വിട്ടുപോവോ? വെറുതെ കണിയാന് പൈസ കൊടുക്കാന്നല്ലാതെ. ചത്തവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കണ്ടാവും. അവന്റെ ജീവൻ പോയി നിങ്ങൾ തീർത്ത് പറയാൻ പറ്റുമോ? ഹൃദയം വേറൊരു ശരീരത്തിൽ ഇപ്പോഴും ബാക്കി നിൽക്കല്ലേ? കിടത്തി പൊറപ്പിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വിരട്ടി ഓടിക്കണം. ആ വേലുമൂപ്പനെ കൊണ്ടുവരാം. മൂപ്പന്റെ കയ്യിൽ അടങ്ങാത്ത ബാധയുണ്ടോ? ശിഷ്യ ജ്ഞാനേശ്വര, എന്തോ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. ഗതി കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഗതി കിട്ടാത്തത് നിന്റെ അച്ഛൻ. കുടത്തില് പാമ്പുണ്ടാവൂട്ടാ. ഓം ഓം ബ്രഹ്മകടാഹ ഹിമകാരിണി മന്ത്രമനോച്ചരൂപനം. ചെല്ല്. സ്വാഹ. എവിടുന്ന് കിട്ടി പിച്ചക്കാരനെ? ചട്ടിയും കാലൊക്കെ ഉണ്ടല്ലോ അവന്റെ. സ്വാഹ. ഓം ക്രീം കാരണി ഹിമമഹേന്ദ്ര പുണ്യരാശിയും സ്വാഹ. പക്ഷിദോഷം, പർവദോഷം, കാലദോഷം, ജലദോഷം, വായുദോഷം, നിണദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ഓം സ്വാഹ. കാളി കാളിന്റെ പേയും നീലി നീലിന്റെ പേയും പേയായ പേയെല്ലാം പോ. ഓം സ്വാഹ. ഓം ക്രീം കാരണിയും. അയ്യോ നീയാ? എന്താ ഇവിടെ? നിന്നെ ഒഴിപ്പിക്കാനുള്ള പണി എവിടെ നടക്കണേ? സർപ്പദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ആ തലയിൽ ചുവന്ന കെട്ടും കെട്ടിയിട്ടുള്ള എല്ലനില്ലേ, അവനാള് പശക. നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി. ആഹാ, അത്രയ്ക്കായോ? എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? നിന്നേക്കാൾ വലിയവനെ കണ്ടിട്ടുണ്ട്. അവനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒഴിപ്പിച്ചിട്ടുണ്ട്. ആഹാ, അത്രയ്ക്കായോ? അവൻ എന്റെ മോന്റെ അടുത്തേക്ക് വരണേ. ഞാൻ ചോദിക്കുന്നു, ഒഴിച്ചു പോട്ടോത്. എന്തേ? അവൻ എന്റെ മോനെ തല്ലണു. അവന് വേദനിക്കുന്നു. അയ്യോ പിരിഞ്ഞു പോവാ. അടിക്കില്ലേ? മതി അടിച്ചത്. അടിക്കട്ടെ, എത്ര വേണം അടിക്കട്ടെ. അവൻ ഒഴിഞ്ഞു പോയാൽ മതി. അടിച്ചോ. ഒഴിഞ്ഞു പോവാ. നീ കാരണം അവന് തല്ലുകൊള്ളണേ. ഞാൻ അവന്റെ അച്ഛനാ. മരിച്ചുപോയെങ്കിലും എനിക്ക് നന്നുണ്ട്. ചെന്ന് പറയണ വേണ്ടാന്ന്. എടാ ചെല്ലാൻ. എന്തിനാ വെറുതെ തല്ലുകൊള്ളുന്നത്? ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് നിന്നെ വിട്ട് പോകാൻ സാധിക്കില്ല. നീ പോയില്ലേ? ഇല്ല. പോയില്ലേ? തളർന്നുറങ്ങാ പാവം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തുമാത്രം തല്ലാവാൻ കൊണ്ടത്. നിനക്കെന്റെ മോനെ തൊടാൻ പറ്റൂലേ? നിനക്ക് അത്രയെങ്കിലും ആവൂലോ. ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോ
എപ്പോഴും ഞാൻ കൊതിക്കും എന്റെ ദാക്ഷായണി